ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു വിഷു കൂടി വരവായി. എല്ലാ പ്രേക്ഷകർക്കും കൈരളി ടിവിയുടെ വിഷു ആശംസകൾ. മാസം 1 കേരളത്തിന്റെ കാർഷികോത്സവമായ മറ്റൊരു വിഷുക്കാലം കൂടി വന്നിരിക്കുന്നു. പ്രളയം കേരളത്തെ കവർന്നെടുത്തപ്പോഴും കൊടുംചൂടിൽ വെന്തുരുകുമ്പോഴും മനസ്സിലെ ഗ്രാമത്തിൻ വെളിച്ചവും നന്മയും ഇത്തിരി കൊന്നപ്പൂവുമേന്തി അതിജീവനത്തിന്റെ പ്രതീകമായി ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും വിഷു ആഘോഷിക്കുകയാണ്. വിഷുവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ആചാരങ്ങളാണുള്ളത്. തേച്ചുരുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണടിയും കണിവെള്ളരിയും കണിക്കൊന്നയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേരപ്പാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ച വിഷുക്കണി കണ്ടുകൊണ്ടാണ് ഓരോ മലയാളികളും ഉണരുന്നത്. വിഷു കൈനീട്ടം നൽകിയും വിഷു സദ്യ വിളമ്പിയും മലയാളികൾ വിഷുവിനെ വരവേൽക്കുന്നു. കാർഷിക സമൃദ്ധിയുടെ വിഷുക്കണി കണ്ടുടരാൻ ജൈവ പച്ചക്കറികൾ ഒരുക്കി കർഷകർ. ഇത്തവണ കണിവെള്ളരി പോലും രാസവളരഹിതമാണ് കോഴിക്കോട്ടെ 65 വീട്ടുകാർക്ക്. മലയാളിയുടെ കണിക്കാഴ്ചയിൽ പ്രധാനമാണ് കണിവെള്ളരിയും. വരും നാളുകളിലെ കാർഷിക സമൃദ്ധിയുടെ കണിക്കാഴ്ചകൾ മലയാളികൾക്കെന്നും മനം കുളിർക്കുന്നതാണ്. ഇത്തവണ വിഷരഹിതമായ കണിക്കാഴ്ചയായിരുന്നു തൊണ്ടയാട് പട്ടേരിയിലെ ഉദ്യം റെസിഡൻസ് അസോസിയേഷന്റെ ലക്ഷ്യം. വിഷരഹിത ജൈവ പച്ചക്കറികൾക്കൊപ്പം വിഷുക്കണിക്കായി കണിവെള്ളരിയും നട്ടു. ഉദ്യം റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസമായുള്ളൂ. അപ്പം അന്നേ മൊത്തത്തിൽ എല്ലാ ഈ 65 വീട്ടുകാരുണ്ട്. അവരുടെ എല്ലാവരും ആശയം ഈ ജൈവ പച്ചക്കറി നമ്മൾ ഉണ്ടാക്കണം, അത് എല്ലാവർക്കും കൊടുക്കണം, അതിന് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഫസ്റ്റിലെ തുടക്കം എന്നാൽ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അതിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടതിന് അതിൽ ഞങ്ങൾക്ക് പ്രകൃതി തന്നിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നാടിന് മുഴുവൻ ഈ കണിവെള്ളരികൾ കണിക്കാഴ്ചയാവുകയാണ്. ഈ കണിവെള്ളരി ഞങ്ങൾക്ക് ദിവസവും കണിയായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പം ജൈവ പച്ചക്കറി ആയതുകൊണ്ട് അതിനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഇങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്കും ഇത് എന്തൊക്കെ ചെയ്യാന്നുള്ളത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ വിഷുവിന് കണി കാണാൻ വിഷരഹിത പച്ചക്കറികൾ ഒരുങ്ങുകയാണ്. കേരളം മാറുകയാണ് ആ പഴയ കാലത്തിലേക്ക്. വിഷരഹിത പച്ചക്കറികളുള്ള ഒരു പഴയ കാലം. കണിവെള്ളരി അടക്കം വിഷരഹിതമായി കഴിഞ്ഞു. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV ജോഷില. വിഷു ആഘോഷങ്ങളുടെ ഗൃഹാതുരമായ കാഴ്ചകളുമായി പ്രവാസി മലയാളി ഒരുക്കിയ മ്യൂസിക് ആൽബം ശ്രദ്ധേയമാകുന്നു. മൂവാറ്റുപുഴ സ്വദേശിയായ അനൂപ് നായരാണ് മമ മലയാളം എന്ന പേരിൽ ആൽബം പുറത്തിറക്കിയത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഒരു പ്രവാസി മലയാളിയുടെ ഗൃഹാതുരമായ വിഷു ഓർമ്മകളാണ് മമ മലയാളം എന്ന മ്യൂസിക് ആൽബം. കേരളത്തിലും UAE-യിലുമായി ചിത്രീകരിച്ച മ്യൂസിക് ആൽബത്തിന്റെ ആശയവും സംവിധാനവും നിർവഹിച്ചത് മൂവാറ്റുപുഴ സ്വദേശിയായ അനൂപ് നായരാണ്. ശരിക്കും ഇതിന്റെ ദൃശ്യാവിഷ്കാരം നമ്മളൊരു പ്രവാസിയുടെ ഓർമ്മയാണ്. അതായത് ഒരു ഫാമിലി ഒക്കേഷനിൽ അദ്ദേഹത്തിന്റെ പഴയ ക്ലാസ് ഫോട്ടോ കാണാൻ ഇടവരികയും അദ്ദേഹത്തിന്റെ മനസ്സ് നാട്ടിലേക്കൊന്ന് സഞ്ചരിക്കുകയാണ്. അപ്പോൾ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബാല്യവും കൗമാരവും വിദ്യാഭ്യാസവും സ്കൂളിങ്ങും അതുപോലെ നാട്ടിലെ ആഘോഷങ്ങളും അമ്മയുമായിട്ടുള്ള സ്നേഹവും എല്ലാം ഗൃഹാതുരതയും എല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഒന്ന് ഓടി മിന്നിമറിയുകയാണ് ചെയ്യുന്നത്. കവി മധുസൂദനൻ നായർ, ഭാഗ്യലക്ഷ്മി, ദീപ കർത്ത എന്നിവരുടെ സാന്നിധ്യവും മ്യൂസിക് ആൽബത്തിലുണ്ട്. മധുബാലകൃഷ്ണൻ, സൗമ്യ ഉണ്ണികൃഷ്ണൻ, ശ്രുതിനാഥ് എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. പ്രവാസി മലയാളികൾക്കുള്ള ഒരു വിഷുക്കണി കൂടിയാണ് ഈ മ്യൂസിക് ആൽബമെന്ന് അനൂപ് നായർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദുബായ്. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷു ഈസ്റ്റർ ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന പരിസരത്തെ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങളാണ് കുടുംബസംഗമത്തിൽ ഒത്തുചേർന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 140ഓളം കുടുംബങ്ങളിലെ അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ, TP ദാസൻ, മുഹമ്മദ് റിയാസ്, തോട്ടത്തിൽ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ അവസാനവട്ട പ്രചാരണം ശക്തമാക്കി പാർട്ടികൾ. ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിൽ ബിജെപിയും SP-BSP സഖ്യവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുക. മായാവതിക്ക് നിർണായകമാണ് ഈ 8 മണ്ഡലങ്ങളും. അതേസമയം മുഴുവൻ മണ്ഡലങ്ങളിലും മത്സരം നടക്കുന്ന തമിഴ്നാട്ടിൽ DMK സീറ്റുകൾ തൂത്തുവാരുമെന്നാണ് സൂചന. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ബാക്കിയുള്ളത് ഒരു ദിവസം മാത്രം. 97 സീറ്റുകളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിലാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക. ബുലന്ദ്ഷഹർ, ഫത്തേപൂർ സിക്രി, ഹത്രസ് തുടങ്ങിയ 8 സീറ്റുകളും മായാവതിക്കുള്ള പരീക്ഷണം കൂടിയാണ്. BSP, SP, RLD സഖ്യം BJPക്കെതിരെ മത്സരിക്കുന്ന 8 മണ്ഡലങ്ങളിൽ നഗിന, ബുലന്ദ്ഷഹർ, ഹത്രസ്, ആഗ്ര എന്നിവ റിസർവേഷൻ സീറ്റുകളാണ്. ഈ സീറ്റുകളിൽ BJPയും SP-BSP സഖ്യവും തമ്മിലുള്ള പോരാട്ടമാണ്. അംറോഹ, ആലിഗഡ്, മധുര, ഫത്തേപൂർ സിക്രി എന്നീ സീറ്റുകളിൽ BJPയും BSPയും തമ്മിലാണ് പോരാട്ടം നടക്കുക. ദളിത്, ജാട്ട്, ഗുജ്ജർ, മുസ്ലിം വിഭാഗങ്ങളാണ് ഈ മേഖലകളിൽ 50%. 2014-ൽ BJP നേടിയതാണ് 8 സീറ്റുകളും. എന്നാൽ ഇത്തവണ മഹാസഖ്യം BJPക്ക് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. മുസ്ലിം ദളിത് വോട്ടുകൾ തന്നെയാണ് BJPയുടെയും ലക്ഷ്യം. എന്നാൽ ദളിത് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ മഹാസഖ്യമാണ് മുന്നിൽ നിൽക്കുന്നതും. BJPയുടെ വർഗീയ പരാമർശങ്ങളും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലുകൾ. മഹാരാഷ്ട്രയിലെ 10 സീറ്റുകളിലാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക. UPAയും NDAയും തമ്മിൽ നേർക്കുനേരുള്ള മത്സരമാണ് മഹാരാഷ്ട്രയിൽ. പ്രധാനമായും മത്സരം നടക്കുക നന്ദേഡ്, ലാത്തൂർ, സോലാപൂർ, ബീഡ് എന്നീ മണ്ഡലങ്ങളിലാണ്. ന്യൂനപക്ഷ വോട്ടുകളിലും ദളിത് വോട്ടുകളിലുമാണ് കോൺഗ്രസ് NCP സഖ്യം കണ്ണുവയ്ക്കുന്നത്. അതേസമയം തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. DMK സീറ്റുകൾ തൂത്തുവാരുമെന്നാണ് സൂചനകൾ. 2014-ന് വിപരീതമായി AIDMK വലിയ തകർച്ച നേരിടുകയും ചെയ്യും. TTV ദിനകരന്റെ പാർട്ടിയിലേക്കുള്ള വോട്ട് ചോർച്ചയാണ് AIDMK നേരിടുന്ന ഏറ്റവും വലിയ തലവേദന. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രതിപക്ഷത്തിന്റെ ഐക്യനിര തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള. ഭൂരിപക്ഷ വർഗീയതയോട് BJP പുലർത്തുന്ന അതേ നിലപാടാണ് കോൺഗ്രസിനുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സമ്പത്തിനുവേണ്ടി വെള്ളനാട് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെതിരെ നിശിതമായ വിമർശനമാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള നടത്തിയത്. പ്രതിപക്ഷത്തിന്റെ ഐക്യനിര തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ദില്ലിയിൽ കോൺഗ്രസിന്റെ കടുംപിടുത്തം മതേതര സഖ്യത്തിൽ വിള്ളലുണ്ടാക്കി. BJPക്കെതിരെ മത്സരിക്കാതെ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി ഇടതു പാർട്ടികൾക്കെതിരെ മത്സരിക്കുന്നത് ഇതിന്റെ തെളിവാണ്. ഭൂരിപക്ഷ വർഗീയതയോട് BJP പുലർത്തുന്ന അതേ നിലപാടാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം ആരോപിച്ചു. പശുക്കടത്തിന്റെ പേരിൽ മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ദേശീയ സുരക്ഷാ നിയമം ചുമത്തിയത് ഇതിന്റെ തെളിവാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മധ്യപ്രദേശ് ഇപ്പൊ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാവ് കമൽനാഥ്, അവിടുത്തെ മുഖ്യമന്ത്രി, 1-2 ഗോവധ സംഭവങ്ങൾ ഉണ്ടായി. കുറേയേറെ മതന്യൂനപക്ഷങ്ങൾ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏത് നിയമപ്രകാരമാണ് കേസെടുത്തതെന്നറിയാമോ? ഗോവധ നിരോധന നിയമപ്രകാരമല്ല അവിടെ കേസെടുത്തത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം. ഗോവധ പ്രശ്നത്തെ കോൺഗ്രസ് ഇന്ന് ദേശീയ സുരക്ഷയുടെ പ്രശ്നമായി ഉയർത്തിയിരിക്കുകയാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A. സമ്പത്തിനു വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ തിരുവനന്തപുരം വെള്ളനാട് സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് SRP കോൺഗ്രസിന്റെ നയങ്ങളെ ശക്തിയായി വിമർശിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചെത്തിയാൽ എന്നാണ് BJPയിൽ എത്തുകയെന്ന് പറയാനാകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ദേശീയ തലത്തിൽ മാത്രമല്ല കേരളത്തിലും കോൺഗ്രസ് നേതാക്കളുടെ BJPയിലേക്കുള്ള ഒഴുക്ക് ആരംഭിച്ചതായും കോടിയേരി ചൂണ്ടിക്കാട്ടി. കോർപ്പറേറ്റുകളെ സഹായിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദുത്വം പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വെള്ളായണിയിൽ C. ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസും BJPയും ഒന്നായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിലും കാണാൻ കഴിയുന്നത്. G. രാമൻ നായർ, പ്രമീള ദേവി, ടോം വടക്കൻ, ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി പേരാണ് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ എങ്ങനെ വിശ്വസിച്ച് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് കോടിയേരി ചോദിച്ചു. കോൺഗ്രസ് ജയിച്ചാൽ BJPയെ പുറത്താക്കാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു. പല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വിജയിച്ചുവെങ്കിലും MLAമാർ കാലുമാറുന്നതാണ് കണ്ടത്. ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലേ ജയിച്ചത്? പക്ഷെ ഗോവയിൽ മന്ത്രിസഭ ഉണ്ടാക്കിയത് BJPയാണ്. ജയിച്ചത് കോൺഗ്രസ്, മന്ത്രിസഭ ഉണ്ടാക്കിയത് BJP. മണിപ്പൂർ നിയമസഭാ ഇലക്ഷനിൽ ജയിച്ചത് കോൺഗ്രസ്, മണിപ്പൂരിൽ മന്ത്രിസഭ ഉണ്ടാക്കിയത് BJP. അരുണാചൽ പ്രദേശ് 60 അംഗ നിയമസഭയിൽ 34
കോൺഗ്രസ്സുകാർ ജയിച്ചു. ജയിച്ച 34 കോൺഗ്രസ്സുകാരിൽ 33 കോൺഗ്രസ്സുകാരും BJP ചേർന്നു. അങ്ങനെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അരുണാചൽ പ്രദേശിൽ BJPയുടെ മുഖ്യമന്ത്രിയായി. ഈ കോൺഗ്രസ്സുകാരാണ് BJPയെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് കഴിഞ്ഞ 5 വർഷവും BJP നടത്തിയതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജീവിതം തിരികെ നൽകിയ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് 100ഓളം കുടുംബങ്ങൾ. വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജന് വേണ്ടിയാണ് അവർ വോട്ടർമാരെ കാണുന്നത്. IRPC ലഹരി വിമുക്ത കേന്ദ്രത്തിൽ നിന്നും ജീവിതം തിരിച്ചുപിടിച്ചവരും കുടുംബാംഗങ്ങളുമാണ് രാഷ്ട്രീയം മറന്ന് P ജയരാജന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയത്. കടലോളം സ്നേഹവും കരുതലുമാണ് IRPC എന്ന സാന്ത്വന പ്രസ്ഥാനം. ഇതിന്റെ അമരക്കാരൻ P ജയരാജൻ മുൻകൈയെടുത്ത് ആരംഭിച്ച IRPC ലഹരി വിമുക്ത കേന്ദ്രം ഇന്ന് 100 കണക്കിന് കുടുംബങ്ങളെ കണ്ണീർ കയത്തിൽ നിന്നും ആശ്വാസ തീരത്തേക്ക് അടുപ്പിച്ചു കഴിഞ്ഞു. P ജയരാജന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ഒത്തുകൂടിയ അവരുടെ വാക്കുകൾ തന്നെ കേൾക്കുക. ഇപ്പം ജീവിതത്തിൽ വർഷം കഴിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ എല്ലാവരും സ്നേഹിക്കാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡോക്ടറോടും IRPCക്കാരോടും നന്ദി പറയും. നല്ലൊരു ജീവിതത്തിൽ നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ട്. IRPCയിൽ 24 ദിവസം താമസിച്ചു. ഇപ്പം 2.5 മാസമായിട്ട് എൻ്റെ വീട്ടിൽ വളരെ സമാധാനമായി കുടുംബം പോകുന്നു. ആൾക്കാർ അസൂയപ്പെടുന്ന രീതിയിലാണ് ഇപ്പം ജീവിക്കുന്നത്. പല കുടുംബങ്ങളിൽ നിന്നെത്തി ഒരു കുടുംബമായവരാണ് ഇവർ. ഈ കൂടിയവരിൽ കോൺഗ്രസുകാരും BJPക്കാരും CPIMകാരും രാഷ്ട്രീയം ഇല്ലാത്തവരും എല്ലാമുണ്ട്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ കൊടിയുടെ നിറം നോക്കാതെ അവർ പ്രചരണം നടത്തുകയാണ്. ജീവിതത്തിന് നിറം പകർന്ന P ജയരാജന് വേണ്ടി. എൻ്റെ പിന്നിൽ കാണുന്നവരെല്ലാം ഒരേ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരല്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവരെല്ലാം ഒറ്റ മനസ്സായി ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുകയാണ്. ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ പ്രിയ നേതാവിന്റെ വലിയ വിജയത്തിനായി. തലശ്ശേരിയിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പത്തനംതിട്ടയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ തരംതിരിക്കൽ പൂർത്തിയായി. തരംതിരിക്കലിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ PP നൂഹ് നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെയും ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ 2ാം ഘട്ട കമ്പ്യൂട്ടർവൽക്കരണ തരംതിരിക്കലാണ് പത്തനംതിട്ടയിൽ പൂർത്തിയായത്. ജില്ലാ കളക്ടർ PP നൂഹിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ പത്തനംതിട്ട കളക്ടറേറ്റിലായിരുന്നു തരംതിരിക്കൽ നടന്നത്. EVM മാനേജ്മെന്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് തരംതിരിക്കൽ നടത്തിയത്. തരംതിരിക്കലിന് ശേഷം ബൂത്തുകളിലേക്കുള്ള മെഷീനുകളുടെ പട്ടിക ജില്ലാ കളക്ടർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കൈമാറി. തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷകൻ സഹദേവ് ദാസ് IAS, തിരുവല്ല സബ് കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S സന്തോഷ് കുമാർ, ജില്ലാ ഇൻഫോർമാറ്റിക്സ് ഓഫീസർ ജിജി ജോർജ്, EROമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരത്തെത്തുന്ന രാഹുൽ ഗാന്ധി 16 രാവിലെ പത്തനാപുരത്തും പത്തനംതിട്ടയിലും വൈകുന്നേരം ആലപ്പുഴയിലും തിരുവനന്തപുരത്തും നടക്കുന്ന പൊതുപരിപാടികളിൽ പ്രസംഗിക്കും. 17 രാവിലെ 7:30 കണ്ണൂരിൽ വെച്ച് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് സ്വന്തം മണ്ഡലമായ വയനാട്ടിലേക്ക് തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായി പോകുന്ന രാഹുൽ ഗാന്ധി രാവിലെ ബത്തേരിയിലും തിരുവമ്പാടിയിലും വൈകുന്നേരം വണ്ടൂരും തൃത്താലയും നടക്കുന്ന പൊതുപരിപാടികളിൽ പങ്കെടുത്തു മടങ്ങും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ NTA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇനിയും പ്രമുഖ നേതാക്കൾ ആരും എത്തിയിട്ടില്ല. പൊതുപ്രചാരണം അവസാനിക്കാൻ പോകുന്നത് ശേഷിക്കുന്നത് ഇനി ഒരാഴ്ച മാത്രമാണ്. പ്രചാരണ രംഗത്ത് മണ്ഡലത്തിൽ BJP മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറെ പിന്നിലാണെന്നതും ശ്രദ്ധേയമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF, UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് സംസ്ഥാന ദേശീയ നേതാക്കൾ ഇതിനകം എത്തിയെങ്കിലും NDAയ്ക്ക് വേണ്ടി ഇതുവരെ ഒരു നേതാവും പ്രചാരണത്തിനെത്തിയില്ല. ആകെ നടക്കുന്നത് NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രികുണ്ടാറിന്റെ പൊതുസ്വീകരണ പരിപാടികൾ മാത്രം. BJP സംസ്ഥാന സമിതി അംഗം കൂടിയാണ് സ്ഥാനാർത്ഥി രവീശ തന്ത്രികുണ്ടാർ. മുൻകാലങ്ങളിൽ BJP പ്രചാരണത്തിന് മുൻതൂക്കം നൽകുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് കാസർഗോഡ്. അപ്പോൾ കണ്ടിരുന്ന ആവേശവും ഇത്തവണ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കാണാനാകുന്നില്ല.
കാസർഗോഡ്, മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കാര്യമായ പ്രചാരണ പ്രവർത്തനം നടക്കുന്നത്. ഇത്തരമൊരു സ്ഥിതിവിശേഷം തങ്ങൾക്ക് നേട്ടമാകുമെന്ന് UDF കരുതുന്നു. LDFിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ S. രാമചന്ദ്രൻപിള്ള, MA ബേബി, സുഭാഷിണി അലി, CPI സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ എന്നിവർ ഇതിനകം പ്രചാരണം നടത്തി. സീതാറാം യെച്ചൂരിയും വൃന്ദ കാരാട്ടും കോടിയേരി ബാലകൃഷ്ണനും പ്രചാരണത്തിനെത്തുന്നുണ്ട്. ഈ മാസം 19-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും കാസർകോട്ട് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കും. UDFിനു വേണ്ടി AK ആന്റണി, ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, ഹൈദരാലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പ്രചാരണത്തിനെത്തിയിരുന്നു. മണ്ഡലത്തിൽ പ്രചാരണ രംഗത്ത് LDFിന് തന്നെയാണ് ആധിപത്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശബരിമല മുൻ മേൽശാന്തിയായ TM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കണ്ട് പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷ് വോട്ട് അഭ്യർത്ഥിച്ചു. ചെർപ്പുളശ്ശേരിയിലെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. MP രാജേഷിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വിഷുക്കോടിയും കൈനീട്ടവും നൽകി. വർഷങ്ങളായി നേരിട്ടറിയാമെന്നും കൂടിക്കാഴ്ച സൗഹാർദ്ദപരമാണെന്നും ഇരുവരും പറഞ്ഞു. അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം MP രാജേഷിന് വിജയാശംസകൾ നേർന്നാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി യാത്രയാക്കിയത്. തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും നാളുകൾ മാത്രം ബാക്കി നിൽക്കെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ സ്വീകരണങ്ങൾ തുടരുന്നു. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചാണ് ബാലഗോപാലിന്റെ വോട്ട് അഭ്യർത്ഥന. അതേസമയം വർഗീയതയിൽ ഊന്നിയാണ് വലതുമുന്നണി സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും BJP സ്ഥാനാർത്ഥി VK സാബുവും വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇത് കൊല്ലം പള്ളിമുക്ക് ജുമാ മസ്ജിദ്. നിസ്കാരം കഴിഞ്ഞ് പള്ളി വിട്ട് പുറത്തു വരുന്നവരെ കണ്ട് അനുഗ്രഹം തേടിയാണ് KN ബാലഗോപാലിന്റെ വോട്ടഭ്യർത്ഥന. നിസ്കാര തഴമ്പുമായി പുറത്തുവരുന്ന വിശ്വാസികൾ ആവേശത്തോടെ സ്ഥാനാർത്ഥിക്ക് ഹസ്തദാനം നൽകി. മതനിരപേക്ഷതയാണ് തന്റെ വാഗ്ദാനമെന്ന് KN ബാലഗോപാൽ അവർക്ക് ഉറപ്പും നൽകി. പരമാവധി എല്ലാ ജനങ്ങളെയും വോട്ടർമാരെല്ലാം നേരിട്ട് കണ്ട് അവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന പരിപാടിയാണ് സ്വീകരണം. പിന്നെ പ്രധാനമായ ആളുകൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങളിൽ, പ്രധാന കേന്ദ്രങ്ങളിൽ അവരെല്ലാം കണ്ട് അവരുടെ വോട്ട് അഭ്യർത്ഥിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. വളരെ സ്നേഹപൂർവമായ, വളരെ അനുഭാവമായ, വളരെ പ്രോത്സാഹനജനകമായിട്ടുള്ള പ്രതികരണമാണ് എല്ലാവരിൽ നിന്നും കിട്ടുന്നത് എന്നാണ് ഞങ്ങളുടെ അനുഭവം. കൊല്ലം മുണ്ടക്കൽ തുമ്പറക്കാർ 1000 കുത്തുവിളക്ക് തെളിച്ച് KN ബാലഗോപാലിന് ഐശ്വര്യപൂർവ്വം വിഷു ആശംസകൾ നേർന്ന് സ്വീകരണം നൽകി. വലതുമുന്നണി സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ പ്രചരണം വർഗീയതയിൽ ഊന്നിയാണ്. മോഡി സർക്കാരിന്റെ ഭരണപരാജയം ഇവിടെ ചർച്ചയാകുന്നില്ല. എങ്ങനെയെങ്കിലും 10-നും 50-നും ഇടയ്ക്കുള്ള 10 പെണ്ണുങ്ങളെങ്കിലും ശബരിമലയിൽ കയറ്റി സ്ത്രീ ധർമ്മശാസ്താവിനെ കാണിച്ചിട്ട് അല്ലാതെ അയാൾക്ക് ഉറക്കം വരാം. BJP സ്ഥാനാർത്ഥി VK സാബുവും വർഗീയതയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആയുധമായി ഉപയോഗിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരായ ക്രിമിനൽ കോടതി അലക്ഷ്യ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. റഫേൽ കരാറുമായി ബന്ധപ്പെട്ട് മോഷ്ടിക്കപ്പെട്ടതെന്ന് കേന്ദ്ര സർക്കാർ ആരോപിക്കുന്ന രേഖകൾ പരിശോധിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടതിന് പിന്നാലെ കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. എന്നാൽ കോടതി പറയാത്ത കാര്യമാണ് രാഹുൽ പറഞ്ഞതെന്നും ഇത് ക്രിമിനൽ കോടതി അലക്ഷ്യമാണെന്നും ചൂണ്ടിക്കാണിച്ച് BJP നേതാവ് മീനാക്ഷി ലേഖിയാണ് ഹർജി നൽകിയത്. കോടതി വിശദീകരണം ആവശ്യപ്പെട്ടാൽ മറുപടി നൽകുമെന്നാണ് കോൺഗ്രസ് നിലപാട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ BJPയിലേക്ക് പോകുമോ എന്ന് AICCക്ക് പോലും ഉറപ്പു നൽകാനാകില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഭൂരിഭാഗം പേരും ഇന്നലെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം വൈപ്പിനിൽ P. രാജീവിന്റെ പ്രചരണാർത്ഥം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP എതിർക്കുന്നു എന്ന് പറയുന്ന പാർട്ടികളിൽപ്പെട്ടവർ, അതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ആ പാർട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതു സമയവും BJPയായി മാറാൻ തക്കവണ്ണം മനസ്സും ബോധവും ചിന്തയും പാകപ്പെട്ട ഒരു കൂട്ടരായി കോൺഗ്രസുകാർ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ BJPക്കാരായ MP-മാർ, നരേന്ദ്രമോദി അനുകൂലിക്കുന്ന MP-മാർ, അവരിൽ 100-ലധികം BJP MP-മാർ 5, 6, 7 വർഷം മുമ്പ് വരെ കോൺഗ്രസിന്റെ MP-മാരോ MLA-മാരോ നേതാക്കന്മാരോ ആയിരുന്നവരാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ കരട് വികസന രേഖ പ്രകാശനം ചെയ്തു. ഞങ്ങൾക്കൊപ്പം രാജീവ് ഉണ്ടായിരുന്നു എന്ന പേരിൽ P. രാജീവ് നടപ്പിലാക്കിയ പദ്ധതികളിൽ പങ്കാളികളായവരുടെ ചർച്ചയും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. എറണാകുളത്തിന്റെ സമഗ്ര വികസനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കരട് രേഖ MA ബേബിയാണ് പ്രകാശനം ചെയ്തത്.
പൊതുസമൂഹം മുന്നോട്ട് വെച്ച വികസന പ്രതീക്ഷകളെക്കുറിച്ച് അവലോകനം നടത്തിയാണ് ഭാവി എറണാകുളത്തിന്റെ വികസനത്തിന്റെ കരട് രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ച് നാടിനെ മുന്നോട്ട് നയിക്കുന്ന പദ്ധതികളാണ് ചടങ്ങിൽ രാജീവ് പരിചയപ്പെടുത്തിയത്. താൻ രാജ്യസഭാംഗമായിരിക്കെ ഡോക്ടർമാർ, ചുമട്ടുതൊഴിലാളികൾ തുടങ്ങി എല്ലാവരും നാടിന്റെ വികസനത്തിനായി കൈകോർത്തുവെന്നും രാജീവ് ഓർക്കുന്നു. രാജീവ് വിജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പറഞ്ഞു. രാഷ്ട്രീയത്തിനതീതമായി തങ്ങൾ ഇവിടെ എത്തിയത് സമൂഹത്തിന്റെ ആവശ്യങ്ങളിൽ രാജീവ് സജീവമായി നടത്തിയ ഇടപെടലുകൾ കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി ബന്ധമില്ലാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതിൽ നല്ല വിഭാഗം ആളുകളും ഡോക്ടർമാരും എല്ലാം. ഞങ്ങളൊക്കെ ഇവിടെ വരാനും അങ്ങയോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കുവാനുമുള്ള ഒരു കാരണം തന്നെ നിങ്ങളുടെ വളരെ ആർഡന്റ് ആയിട്ടുള്ള വ്യക്തിബന്ധങ്ങളും എല്ലാ തുറയിലുമുള്ള വ്യക്തികൾ, അത് നേരത്തെ ചുമട്ടുതൊഴിലാളികളുടെ കാര്യം പറഞ്ഞ അവിടെ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളെ സമഗ്രമായിട്ട് വീക്ഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി, ഒരു മികച്ച പാർലമെന്റേറിയൻ. ഇതിനു മുമ്പും അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. അതൊക്കെയാണ് എല്ലാ തുറയിലുള്ള വ്യക്തികളെയും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. രാജീവിന്റെ സ്വപ്ന പദ്ധതികളിൽ കൂടെയുണ്ടായിരുന്നവരെല്ലാം അനുഭവങ്ങൾ പങ്കുവെക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. ആലുവയിലെ 20-ലധികം ഡയാലിസിസ് യൂണിറ്റുകൾ, അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ജനറൽ ആശുപത്രി തുടങ്ങിയ നേട്ടങ്ങളിലേക്ക് എറണാകുളം എത്തിയതിനു പിന്നിലെ കഥകളും ചർച്ചയിൽ രാജീവ് പങ്കുവച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് കരട് രേഖ പ്രകാശനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തോട്ടം മേഖലയിൽ ആവേശം വിതറി ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ഊഷ്മള സ്വീകരണമാണ് ജോയിസിന് ലഭിച്ചത്. ദേവികുളം നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു ഞായറാഴ്ച ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ പ്രചാരണം. BL റാം, ചിന്നക്കനാൽ, സൂര്യനെല്ലി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷമാണ് തെക്കിന്റെ കശ്മീർ എന്ന് വിശേഷിപ്പിക്കുന്ന മൂന്നാറിലെത്തിയത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. എല്ലാ ഘട്ടത്തിലും സജീവ സാന്നിധ്യമായി നിങ്ങളോടൊപ്പം ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ലേ? തോട്ടം തൊഴിലാളികൾക്കൊപ്പം, കുടുംബശ്രീ ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട സഹോദരിമാർക്കും അമ്മമാർക്കുമൊപ്പം അവരുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായ ഒപ്പം പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് അവരെ കൈപിടിച്ച് നെഞ്ചോ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് 5 വർഷക്കാലങ്ങളാണ്. പ്രിയമുള്ളവരെ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയമുള്ളവരെ തരില്ലേ നിങ്ങൾ എനിക്കൊരു അവസരം കൂടി തരില്ലേ? ഒരവസരം കൂടി തരണമെന്നാണ് വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുന്നത്. MLA S രാജേന്ദ്രൻ, CPI നേതാവും മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായ CA കുര്യൻ, ഇടത് നേതാക്കളായ KV ശശി, KK വിജയൻ, പളനിവേൽ തുടങ്ങിയവർ പങ്കെടുത്തു. തോട്ടം തൊഴിലാളികൾക്കൊപ്പം വിഷു ആഘോഷിക്കുന്ന ജോയിസ് ചൊവ്വാഴ്ച പീരുമേട് അസംബ്ലി മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുതിർന്ന പത്രപ്രവർത്തകനും മലയാളം ന്യൂസ് കോളമിസ്റ്റും ചന്ദ്രിക പത്രാധിപ സമിതി മുൻ അംഗവുമായ KP കുഞ്ഞിമൂസ നിര്യാതനായി. കോഴിക്കോട് പന്നിയങ്കര BK കൃഷ്ണമേനോൻ റോഡിലെ മൈത്രിയിലായിരുന്നു അന്ത്യം. തലശ്ശേരി സ്വദേശിയായ കുഞ്ഞിമൂസ ദീർഘകാലമായി കോഴിക്കോട്ടാണ് താമസം. വിരമിക്കുമ്പോൾ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിന്റെ ചുമതല വഹിക്കുകയായിരുന്നു. 1966 ചന്ദ്രിക പത്രാധിപ സമിതിയിൽ ചേർന്ന KP ദിനപത്രത്തിൽ പല തസ്തികകളിലും ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് ലീഗ് ടൈംസ് ന്യൂസ് എഡിറ്ററായി. ഖബറടക്കം ഇന്ന് പന്നിയങ്കര ജുമാമത്ത് പള്ളിയിൽ നടക്കും. KP കുഞ്ഞിമൂസയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരുന്നതിനിടെ വിമാനം ഹെലികോപ്റ്ററിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. പൈലറ്റും 2 പോലീസ് ഉദ്യോഗസ്ഥരുമാണ് മരിച്ചത്. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ലുക്ലയിലെ ടെൻസിംഗ് ഹിലാരി വിമാനത്താവളത്തിലായിരുന്നു അപകടം. നേപ്പാളിലെ ആഭ്യന്തര വിമാന സർവീസായ സമ്മിറ്റ് എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ 1 ദിവസം ബാക്കി നിൽക്കെ അവസാനവട്ട പ്രചാരണം ശക്തമാക്കി പാർട്ടികൾ. ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിൽ BJPയും SP-BSP സഖ്യവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുക. മായാവതിക്ക് നിർണായകമാണ് ഈ 8 മണ്ഡലങ്ങളും. അതേസമയം മുഴുവൻ മണ്ഡലങ്ങളിലും മത്സരം നടക്കുന്ന തമിഴ്നാട്ടിൽ DMK സീറ്റുകൾ തൂത്തുവാരുമെന്നാണ് സൂചന. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ബാക്കിയുള്ളത് 1 ദിവസം മാത്രം. 97 സീറ്റുകളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിലാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക. ബുലന്ദ്ഷഹർ, ഫത്തേപൂർ സിക്രി, ഹത്രസ് തുടങ്ങിയ 8 സീറ്റുകളും മായാവതിക്കുള്ള പരീക്ഷണം കൂടിയാണ്.
BSP, SP, RLD സഖ്യം BJPക്കെതിരെ മത്സരിക്കുന്ന 8 മണ്ഡലങ്ങളിൽ നഗിന, ബുലന്ദ്ഷഹർ, ഹത്രസ്, ആഗ്ര എന്നിവ റിസർവേഷൻ സീറ്റുകളാണ്. ഈ സീറ്റുകളിൽ BJPയും SP, BSP സഖ്യവും തമ്മിലുള്ള പോരാട്ടമാണ്. അംറോഹ, ആലിഗഡ്, മധുര, ഫത്തേപൂർ സിക്രി എന്നീ സീറ്റുകളിൽ BJPയും BSPയും തമ്മിലാണ് പോരാട്ടം നടക്കുക. ദളിത്, ജാട്ട്, ഗുജ്ജർ, മുസ്ലിം വിഭാഗങ്ങളാണ് ഈ മേഖലകളിൽ 50%. 2014 BJP നേടിയതാണ് 8 സീറ്റുകളും. എന്നാൽ ഇത്തവണ മഹാസഖ്യം BJPക്ക് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. മുസ്ലിം ദളിത് വോട്ടുകൾ തന്നെയാണ് BJPയുടെയും ലക്ഷ്യം. എന്നാൽ ദളിത് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ മഹാസഖ്യമാണ് മുന്നിൽ നിൽക്കുന്നതും. BJPയുടെ വർഗീയ പരാമർശങ്ങളും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലുകൾ. മഹാരാഷ്ട്രയിലെ 10 സീറ്റുകളിലാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക. UPAയും NDAയും തമ്മിൽ നേർക്കുനേരുള്ള മത്സരമാണ് മഹാരാഷ്ട്രയിൽ. പ്രധാനമായും മത്സരം നടക്കുക നന്ദേഡ്, ലാത്തൂർ, സോലാപൂർ, ബീഡ് എന്നീ മണ്ഡലങ്ങളിലാണ്. ന്യൂനപക്ഷ വോട്ടുകളിലും ദളിത് വോട്ടുകളിലുമാണ് കോൺഗ്രസ് NCP സഖ്യം കണ്ണുവയ്ക്കുന്നത്. അതേസമയം തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. DMK സീറ്റുകൾ തൂത്തുവാരുമെന്നാണ് സൂചനകൾ. 2014 വിപരീതമായി AIDMK വലിയ തകർച്ച നേരിടുകയും ചെയ്യും. TTV ദിനകരന്റെ പാർട്ടിയിലേക്കുള്ള വോട്ട് ചോർച്ചയാണ് AIDMK നേരിടുന്ന ഏറ്റവും വലിയ തലവേദന. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചെത്തിയാൽ എന്നാണ് BJPയിൽ എത്തുകയെന്ന് പറയാനാകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ദേശീയതലത്തിൽ മാത്രമല്ല കേരളത്തിലും കോൺഗ്രസ് നേതാക്കളുടെ BJPയിലേക്കുള്ള ഒഴുക്ക് ആരംഭിച്ചതായും കോടിയേരി ചൂണ്ടിക്കാട്ടി. കോർപ്പറേറ്റുകളെ സഹായിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദുത്വം പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വെള്ളായണിയിൽ C. ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസും BJPയും ഒന്നായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിലും കാണാൻ കഴിയുന്നത്. G. രാമൻ നായർ, പ്രമീള ദേവി, ടോം വടക്കൻ, ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി പേരാണ് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ എങ്ങനെ വിശ്വസിച്ച് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് കോടിയേരി ചോദിച്ചു. കോൺഗ്രസ് ജയിച്ചാൽ BJPയെ പുറത്താക്കാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു. പല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വിജയിച്ചുവെങ്കിലും MLAമാർ കാലുമാറുന്നതാണ് കണ്ടത്. ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലേ ജയിച്ചത്? പക്ഷെ ഗോവയിൽ മന്ത്രിസഭ ഉണ്ടാക്കിയത് BJPയാണ്. ജയിച്ചത് കോൺഗ്രസ്, മന്ത്രിസഭ ഉണ്ടാക്കിയത് BJP. മണിപ്പൂർ നിയമസഭാ ഇലക്ഷനിൽ ജയിച്ചത് കോൺഗ്രസ്, മണിപ്പൂരിൽ മന്ത്രിസഭ ഉണ്ടാക്കിയത് BJP. അരുണാചൽ പ്രദേശ് 60 അംഗ നിയമസഭയിൽ 34 കോൺഗ്രസുകാർ ജയിച്ചു. ജയിച്ച 34 കോൺഗ്രസുകാരിൽ 33 കോൺഗ്രസുകാരും BJP ചേർന്നു. അങ്ങനെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അരുണാചൽ പ്രദേശിൽ BJPയുടെ മുഖ്യമന്ത്രിയായി. ഈ കോൺഗ്രസുകാരാണ് BJPയെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് കഴിഞ്ഞ 5 വർഷവും BJP നടത്തിയതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിപക്ഷത്തിന്റെ ഐക്യനിര തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള. ഭൂരിപക്ഷ വർഗീയതയോടെ BJP പുലർത്തുന്ന അതേ നിലപാടാണ് കോൺഗ്രസിനുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സമ്പത്തിനു വേണ്ടി വെള്ളനാട് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെതിരെ നിശിതമായ വിമർശനമാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള നടത്തിയത്. പ്രതിപക്ഷത്തിന്റെ ഐക്യനിര തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ദില്ലിയിൽ കോൺഗ്രസിന്റെ കടുംപിടുത്തം മതേതര സഖ്യത്തിൽ വിള്ളലുണ്ടാക്കി. BJPക്കെതിരെ മത്സരിക്കാതെ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി ഇടതു പാർട്ടികൾക്കെതിരെ മത്സരിക്കുന്നത് ഇതിന്റെ തെളിവാണ്. ഭൂരിപക്ഷ വർഗീയതയോട് BJP പുലർത്തുന്ന അതേ നിലപാടാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം ആരോപിച്ചു. പശുക്കടത്തിന്റെ പേരിൽ മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ദേശീയ സുരക്ഷാ നിയമം ചുമത്തിയത് ഇതിന്റെ തെളിവാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മധ്യപ്രദേശ് ഇപ്പൊ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാവ് കമൽനാഥ്, അവിടുത്തെ മുഖ്യമന്ത്രി. 1-2 ഗോവധ സംഭവങ്ങൾ ഉണ്ടായി. കുറേയേറെ മതന്യൂനപക്ഷങ്ങൾ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏത് നിയമപ്രകാരമാണ് കേസെടുത്തതെന്നറിയാമോ? ഗോവധ നിരോധന നിയമപ്രകാരമല്ല അവിടെ കേസെടുത്തത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം. ഗോവധ പ്രശ്നത്തെ കോൺഗ്രസ് ഇന്ന് ദേശീയ സുരക്ഷയുടെ പ്രശ്നമായി ഉയർത്തിയിരിക്കുകയാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A. സമ്പത്തിനു വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ തിരുവനന്തപുരം വെള്ളനാട് സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് SRP കോൺഗ്രസിന്റെ നയങ്ങളെ ശക്തിയായി വിമർശിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ജീവിതം തിരികെ നൽകിയ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് 100ഓളം കുടുംബങ്ങൾ. വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജന് വേണ്ടിയാണ് അവർ വോട്ടർമാരെ കാണുന്നത്. IRPC ലഹരി വിമുക്ത കേന്ദ്രത്തിൽ നിന്നും ജീവിതം തിരിച്ചുപിടിച്ചവരും കുടുംബാംഗങ്ങളുമാണ് രാഷ്ട്രീയം മറന്ന് P ജയരാജന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയത്. കടലോളം സ്നേഹവും കരുതലുമാണ് IRPC എന്ന സാന്ത്വന പ്രസ്ഥാനം. ഇതിന്റെ അമരക്കാരൻ P ജയരാജൻ മുൻകൈയെടുത്ത് ആരംഭിച്ച IRPC ലഹരി വിമുക്ത കേന്ദ്രം ഇന്ന് 100 കണക്കിന് കുടുംബങ്ങളെ കണ്ണീർ കയത്തിൽ നിന്നും ആശ്വാസ തീരത്തേക്ക് അടുപ്പിച്ചു കഴിഞ്ഞു. P ജയരാജന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ഒത്തുകൂടിയ അവരുടെ വാക്കുകൾ തന്നെ കേൾക്കുക. ഇപ്പം ജീവിതത്തിൽ വർഷം വയ്ക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ എല്ലാവരും സ്നേഹിക്കാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡോക്ടറോടും IRPCക്കാരോടും നന്ദി പറയും. നല്ലൊരു ജീവിതത്തിൽ നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ട്. IRPCയിൽ 24 ദിവസം താമസിച്ചു. ഇപ്പം 2.5 മാസമായിട്ട് എൻ്റെ വീട്ടിൽ വളരെ സമാധാനമായി കുടുംബം പോകുന്നു. ആൾക്കാർ അസൂയപ്പെടുന്ന രീതിയിലാണ് ഇപ്പം ജീവിക്കുന്നത്. പല കുടുംബങ്ങളിൽ നിന്നെത്തി ഒരു കുടുംബമായവരാണ് ഇവർ. ഈ കൂടിയവരിൽ കോൺഗ്രസുകാരും BJPക്കാരും CPIMകാരും രാഷ്ട്രീയം ഇല്ലാത്തവരും എല്ലാമുണ്ട്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ കൊടിയുടെ നിറം നോക്കാതെ അവർ പ്രചരണം നടത്തുകയാണ്. ജീവിതത്തിന് നിറം പകർന്ന P ജയരാജന് വേണ്ടി. എൻ്റെ പിന്നിൽ കാണുന്നവരെല്ലാം ഒരേ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരല്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവരെല്ലാം ഒറ്റ മനസ്സായി ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുകയാണ്. ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ പ്രിയ നേതാവിന്റെ വലിയ വിജയത്തിനായി. തലശ്ശേരിയിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പത്തനംതിട്ടയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ തരംതിരിക്കൽ പൂർത്തിയായി. തരംതിരിക്കലിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ PB നൂഹ് നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെയും ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ 2ാം ഘട്ട കമ്പ്യൂട്ടർവൽക്കരണ തരംതിരിക്കലാണ് പത്തനംതിട്ടയിൽ പൂർത്തിയായത്. ജില്ലാ കളക്ടർ PB നൂഹിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ പത്തനംതിട്ട കളക്ടറേറ്റിലായിരുന്നു തരംതിരിക്കൽ നടന്നത്. EVM മാനേജ്മെന്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് തരംതിരിക്കൽ നടത്തിയത്. തരംതിരിക്കലിന് ശേഷം ബൂത്തുകളിലേക്കുള്ള മെഷീനുകളുടെ പട്ടിക ജില്ലാ കളക്ടർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കൈമാറി. തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷകൻ സഹദീപ് ദാസ് IAS, തിരുവല്ല സബ് കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S സന്തോഷ് കുമാർ, ജില്ലാ ഇൻഫോർമാറ്റിക്സ് ഓഫീസർ ജിജി ജോർജ്, EROമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് എത്തുന്ന രാഹുൽ ഗാന്ധി 16-ന് രാവിലെ പത്തനാപുരത്തും പത്തനംതിട്ടയിലും വൈകുന്നേരം ആലപ്പുഴയിലും തിരുവനന്തപുരത്തും നടക്കുന്ന പൊതുപരിപാടികളിൽ പ്രസംഗിക്കും. 17-ന് രാവിലെ 7:30-ന് കണ്ണൂരിൽ വെച്ച് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് സ്വന്തം മണ്ഡലമായ വയനാട്ടിലേക്ക് തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായി പോകുന്ന രാഹുൽ ഗാന്ധി രാവിലെ ബത്തേരിയിലും തിരുവമ്പാടിയിലും വൈകുന്നേരം വണ്ടൂരും തൃത്താലയും നടക്കുന്ന പൊതുപരിപാടികളിൽ പങ്കെടുത്തു മടങ്ങും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ NTA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇനിയും പ്രമുഖ നേതാക്കൾ ആരും എത്തിയിട്ടില്ല. പൊതുപ്രചാരണം അവസാനിക്കാൻ ശേഷിക്കുന്നത് ഇനി ഒരാഴ്ച മാത്രമാണ്. പ്രചാരണ രംഗത്ത് മണ്ഡലത്തിൽ BJP മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറെ പിന്നിലാണെന്നതും ശ്രദ്ധേയമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF, UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് സംസ്ഥാന ദേശീയ നേതാക്കൾ ഇതിനകം എത്തിയെങ്കിലും NDAയ്ക്കു വേണ്ടി ഇതുവരെ ഒരു നേതാവും പ്രചാരണത്തിനെത്തിയില്ല. ആകെ നടക്കുന്നത് NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രികുണ്ടാറിന്റെ പൊതുസ്വീകരണ പരിപാടികൾ മാത്രം. BJP സംസ്ഥാന സമിതി അംഗം കൂടിയാണ് സ്ഥാനാർത്ഥി രവീശ തന്ത്രികുണ്ടാർ. മുൻകാലങ്ങളിൽ BJP പ്രചാരണത്തിന് മുൻതൂക്കം നൽകുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് കാസർഗോഡ്. അപ്പോൾ കണ്ടിരുന്ന ആവേശവും ഇത്തവണ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കാണാനാകുന്നില്ല. കാസർഗോഡ്, മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കാര്യമായ പ്രചാരണ പ്രവർത്തനം നടക്കുന്നത്. ഇത്തരമൊരു സ്ഥിതിവിശേഷം തങ്ങൾക്ക് നേട്ടമാകുമെന്ന് UDF കരുതുന്നു. LDFന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ S രാമചന്ദ്രൻപിള്ള, MA ബേബി, സുഭാഷിണി അലി, CPI സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ എന്നിവർ ഇതിനകം പ്രചാരണം നടത്തി. സീതാറാം യെച്ചൂരിയും വൃന്ദ കാരാട്ടും കോടിയേരി ബാലകൃഷ്ണനും പ്രചാരണത്തിനെത്തുന്നുണ്ട്. ഈ മാസം 19-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും കാസർകോട്ട് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കും. UDFന് വേണ്ടി AK ആന്റണി, ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, ഹൈദരാലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ
പ്രചാരണത്തിനെത്തിയിരുന്നു. മണ്ഡലത്തിൽ പ്രചാരണ രംഗത്ത് LDFന് തന്നെയാണ് ആധിപത്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശബരിമല മുൻ മേൽശാന്തിയായ TM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കണ്ട് പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷ് വോട്ട് അഭ്യർത്ഥിച്ചു. ചെർപ്പുളശ്ശേരിയിലെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. MP രാജേഷിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വിഷുക്കോടിയും കൈനീട്ടവും നൽകി. വർഷങ്ങളായി നേരിട്ടറിയാമെന്നും കൂടിക്കാഴ്ച സൗഹാർദ്ദപരമാണെന്നും ഇരുവരും പറഞ്ഞു. അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം MP രാജേഷിന് വിജയാശംസകൾ നേർന്നാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി യാത്രയാക്കിയത്. തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും നാളുകൾ മാത്രം ബാക്കി നിൽക്കെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ സ്വീകരണങ്ങൾ തുടരുന്നു. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചാണ് ബാലഗോപാലിന്റെ വോട്ട് അഭ്യർത്ഥന. അതേസമയം വർഗീയതയിൽ ഊന്നിയാണ് വലതുമുന്നണി സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും BJP സ്ഥാനാർത്ഥി VK സാബുവും വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇത് കൊല്ലം പള്ളിമുക്ക് ജുമാ മസ്ജിദ്. നിസ്കാരം കഴിഞ്ഞ് പള്ളി വിട്ട് പുറത്തു വരുന്നവരെ കണ്ട് അനുഗ്രഹം തേടിയാണ് KN ബാലഗോപാലിന്റെ വോട്ടഭ്യർത്ഥന. നിസ്കാര തഴമ്പുമായി പുറത്തുവരുന്ന വിശ്വാസികൾ ആവേശത്തോടെ സ്ഥാനാർത്ഥിക്ക് ഹസ്തദാനം നൽകി. മതനിരപേക്ഷതയാണ് തന്റെ വാഗ്ദാനമെന്ന് KN ബാലഗോപാൽ അവർക്ക് ഉറപ്പും നൽകി. പരമാവധി എല്ലാ ജനങ്ങളെയും വോട്ടർമാരെല്ലാം നേരിട്ട് കണ്ട് അവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന പരിപാടിയാണ് സ്വീകരണം. പിന്നെ പ്രധാനമായ ആളുകൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രധാന കേന്ദ്രങ്ങളിൽ അവരെല്ലാം കണ്ട് അവരുടെ വോട്ട് അഭ്യർത്ഥിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. വളരെ സ്നേഹപൂർവമായ, വളരെ അനുഭാവമായ, വളരെ പ്രോത്സാഹനജനകമായിട്ടുള്ള പ്രതികരണമാണ് എല്ലാവരിൽ നിന്നും കിട്ടുന്നത് എന്നാണ് ഞങ്ങളുടെ അനുഭവം. കൊല്ലം മുണ്ടക്കൽ തുമ്പറക്കാർ 1000 കുത്തുവിളക്ക് തെളിച്ച് KN ബാലഗോപാലിന് ഐശ്വര്യപൂർവ്വം വിഷു ആശംസകൾ നേർന്ന് സ്വീകരണം നൽകി. വലതുമുന്നണി സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ പ്രചരണം വർഗീയതയിൽ ഊന്നിയാണ്. മോഡി സർക്കാരിന്റെ ഭരണപരാജയം ഇവിടെ ചർച്ചയാകുന്നില്ല. എങ്ങനെയെങ്കിലും 10നും 50നും ഇടയ്ക്കുള്ള 10 പെണ്ണുങ്ങളെങ്കിലും ശബരിമലയിൽ കയറ്റി സ്ത്രീ സമ്മശാസ്താവനെ കാണിച്ചിട്ട് അല്ലാതെ അയാൾക്ക് ഉറക്കം വരാം. BJP സ്ഥാനാർത്ഥി VK സാബുവും വർഗീയതയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആയുധമായി ഉപയോഗിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരായ ക്രിമിനൽ കോടതി അലക്ഷ്യ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. റഫേൽ കരാറുമായി ബന്ധപ്പെട്ട് മോഷ്ടിക്കപ്പെട്ടതെന്ന് കേന്ദ്ര സർക്കാർ ആരോപിക്കുന്ന രേഖകൾ പരിശോധിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടതിനു പിന്നാലെ കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. എന്നാൽ കോടതി പറയാത്ത കാര്യമാണ് രാഹുൽ പറഞ്ഞതെന്നും ഇത് ക്രിമിനൽ കോടതി അലക്ഷ്യമാണെന്നും ചൂണ്ടിക്കാണിച്ച് BJP നേതാവ് മീനാക്ഷി ലേഖിയാണ് ഹർജി നൽകിയത്. കോടതി വിശദീകരണം ആവശ്യപ്പെട്ടാൽ മറുപടി നൽകുമെന്നാണ് കോൺഗ്രസ് നിലപാട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ BJPയിലേക്ക് പോകുമോ എന്ന് AICCക്ക് പോലും ഉറപ്പു നൽകാനാകില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഭൂരിഭാഗം പേരും ഇന്നലെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം വൈപ്പിനിൽ P രാജീവിന്റെ പ്രചരണാർത്ഥം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP എതിർക്കുന്നു എന്ന് പറയുന്ന പാർട്ടികളിൽപ്പെട്ടവർ, അതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ആ പാർട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏത് സമയവും BJPയായി മാറാൻ തക്കവണ്ണം മനസ്സും ബോധവും ചിന്തയും പാകപ്പെട്ട ഒരു കൂട്ടരായി കോൺഗ്രസുകാർ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ BJPക്കാരായ MPമാർ, നരേന്ദ്രമോദി അനുകൂലിക്കുന്ന MPമാർ, അവരിൽ 100-ലധികം BJP MPമാർ 5, 6, 7 വർഷം മുമ്പ് വരെ കോൺഗ്രസിന്റെ MPമാരോ MLAമാരോ നേതാക്കന്മാരോ ആയിരുന്നവരാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ കരട് വികസന രേഖ പ്രകാശനം ചെയ്തു. ഞങ്ങൾക്കൊപ്പം രാജീവ് ഉണ്ടായിരുന്നു എന്ന പേരിൽ P രാജീവ് നടപ്പിലാക്കിയ പദ്ധതികളിൽ പങ്കാളികളായവരുടെ ചർച്ചയും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. എറണാകുളത്തിന്റെ സമഗ്ര വികസനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കരട് രേഖ MA ബേബിയാണ് പ്രകാശനം ചെയ്തത്. പൊതുസമൂഹം മുന്നോട്ട് വെച്ച വികസന പ്രതീക്ഷകളെക്കുറിച്ച് അവലോകനം നടത്തിയാണ് ഭാവി എറണാകുളത്തിന്റെ വികസനത്തിന്റെ കരട് രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ച് നാടിനെ മുന്നോട്ട് നയിക്കുന്ന പദ്ധതികളാണ് ചടങ്ങിൽ രാജീവ് പരിചയപ്പെടുത്തിയത്. താൻ രാജ്യസഭാ അംഗമായിരിക്കെ ഡോക്ടർമാർ, ചുമട്ടുതൊഴിലാളികൾ തുടങ്ങി എല്ലാവരും നാടിന്റെ വികസനത്തിനായി കൈകോർത്തുവെന്നും രാജീവ് ഓർക്കുന്നു. രാജീവ് വിജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പറഞ്ഞു. രാഷ്ട്രീയത്തിനതീതമായി തങ്ങൾ ഇവിടെ എത്തിയത് സമൂഹത്തിന്റെ ആവശ്യങ്ങളിൽ രാജീവ് സജീവമായി നടത്തിയ ഇടപെടലുകൾ കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി ബന്ധമില്ലാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതിൽ നല്ല വിഭാഗം ആളുകൾ, ഡോക്ടർമാരും എല്ലാം.
ഞങ്ങളൊക്കെ ഇവിടെ വരാനും അങ്ങയോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കുവാനുമുള്ള ഒരു കാരണം തന്നെ നിങ്ങളുടെ വളരെ ആർഡന്റ് ആയിട്ടുള്ള വ്യക്തിബന്ധങ്ങളും എല്ലാ തുറയിലുമുള്ള വ്യക്തികൾ, അത് നേരത്തെ ചുമട്ടുതൊഴിലാളികളുടെ കാര്യം പറഞ്ഞ അവിടെ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളെ സമഗ്രമായിട്ട് വീക്ഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി, ഒരു മികച്ച പാർലമെന്റേറിയൻ. ഇതിനു മുമ്പും അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. അതൊക്കെയാണ് എല്ലാ തുറയിലുള്ള വ്യക്തികളെയും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. രാജീവിന്റെ സ്വപ്ന പദ്ധതികളിൽ കൂടെയുണ്ടായിരുന്നവരെല്ലാം അനുഭവങ്ങൾ പങ്കുവെക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. ആലുവയിലെ 20-ലധികം ഡയാലിസിസ് യൂണിറ്റുകൾ, അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ജനറൽ ആശുപത്രി തുടങ്ങിയ നേട്ടങ്ങളിലേക്ക് എറണാകുളം എത്തിയതിനു പിന്നിലെ കഥകളും ചർച്ചയിൽ രാജീവ് പങ്കുവച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് കരട് രേഖ പ്രകാശനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തോട്ടമേഖലയിൽ ആവേശം വിതറി ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ്. പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ഊഷ്മള സ്വീകരണമാണ് ജോയിസിന് ലഭിച്ചത്. ദേവികുളം നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു ഞായറാഴ്ച ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ പ്രചാരണം. BL റാം, ചിന്നക്കനാൽ, സൂര്യനെല്ലി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷമാണ് തെക്കിന്റെ കശ്മീർ എന്ന് വിശേഷിപ്പിക്കുന്ന മൂന്നാറിലെത്തിയത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. എല്ലാ ഘട്ടത്തിലും സജീവ സാന്നിധ്യമായി നിങ്ങളോടൊപ്പം ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ലേ? തോട്ടം തൊഴിലാളികൾക്കൊപ്പം, കുടുംബശ്രീ ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട സഹോദരിമാർക്കും അമ്മമാർക്കുമൊപ്പം അവരുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായ ഒപ്പം പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് അവരെ കൈപിടിച്ച് നെഞ്ചോ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് 5 വർഷക്കാലങ്ങളാണ്. പ്രിയമുള്ളവരെ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയമുള്ളവരെ തരില്ലേ നിങ്ങൾ എനിക്കൊരു അവസരം കൂടി തരില്ലേ? ഒരവസരം കൂടി തരണമെന്നാണ് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നത്. MLA S രാജേന്ദ്രൻ, CPI നേതാവും മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായ CA കുര്യൻ, ഇടത് നേതാക്കളായ KV ശശി, KK വിജയൻ, പളനിവേൽ തുടങ്ങിയവർ പങ്കെടുത്തു. തോട്ടം തൊഴിലാളികൾക്കൊപ്പം വിഷു ആഘോഷിക്കുന്ന ജോയിസ് ചൊവ്വാഴ്ച പീരുമേട് അസംബ്ലി മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുതിർന്ന പത്രപ്രവർത്തകനും മലയാളം ന്യൂസ് കോളമിസ്റ്റും ചന്ദ്രിക പത്രാധിപ സമിതി മുൻ അംഗവുമായ KP കുഞ്ഞിമൂസ നിര്യാതനായി. കോഴിക്കോട് പന്നിയങ്കര VK കൃഷ്ണമേനോൻ റോഡിലെ മൈത്രിയിലായിരുന്നു അന്ത്യം. തലശ്ശേരി സ്വദേശിയായ കുഞ്ഞിമൂസ ദീർഘകാലമായി കോഴിക്കോട്ടാണ് താമസം. വിരമിക്കുമ്പോൾ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിന്റെ ചുമതല വഹിക്കുകയായിരുന്നു. 1966-ൽ ചന്ദ്രിക പത്രാധിപ സമിതിയിൽ ചേർന്ന KP ദിനപത്രത്തിൽ പല തസ്തികകളിലും ദീർഘകാലം സേവനമനുഷ്ഠിച്ചിരുന്നു. ഇടക്കാലത്ത് ലീഗ് ടൈംസ് ന്യൂസ് എഡിറ്ററായി. ഖബറടക്കം ഇന്ന് പന്നിയങ്കര ജുമാ മസ്ജിദ് പള്ളിയിൽ നടക്കും. KP കുഞ്ഞിമൂസയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരുന്നതിനിടെ വിമാനം ഹെലികോപ്റ്ററിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. പൈലറ്റും 2 പോലീസ് ഉദ്യോഗസ്ഥരുമാണ് മരിച്ചത്. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ലുക്ലയിലെ ടെൻസിംഗ് ഹിലാരി വിമാനത്താവളത്തിലായിരുന്നു അപകടം. നേപ്പാളിലെ ആഭ്യന്തര വിമാന സർവീസായ സമ്മിറ്റ് എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്.